ഈശ്വംസിഹായിക്ക് സ്തുതിയാരും. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യം. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദാന്തികത്തിൽ ഇരുന്നു. ഈശോ മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അവളെ സന്ദർശിച്ചപ്പോൾ അവിടെ മറിയം ചെയ്ത കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയും. അവൾ കർത്താവിന്റെ പാദാന്തികത്തിലിരുന്ന് അവന്റെ വചനം ശ്രവിച്ചു. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഈശോ നൽകുന്ന മനോഹരമായ ഒരു സന്ദേശം കൂടിയാണിത്. കാരണം തിരക്കുകൾക്കിടയിൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറി. ഒത്തിരിയേറെ ഭയങ്കര തിരക്കോടുകൂടി നമ്മൾ ഓടിക്കുക. പക്ഷെ തമ്പുരാന്റെ സന്നിധിയിൽ വരാനായിട്ട് ഇന്ന് സമയമില്ലാതെ മാറിയിരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ പറയുന്നത്, പ്രധാന ഭാഗം മറിയം തിരഞ്ഞെടുത്തു. മർത്തായോടും പറയുന്നത് തന്നെയല്ലേ, മർത്താ, നീ പല കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രചിത്തയാ, പക്ഷെ നല്ല ഭാഗം തിരഞ്ഞെടുത്തത് മറിയമാണ്. മർത്തായും ചെയ്തത് മോശമായ കാര്യമൊന്നുമല്ല കേട്ടോ. മർത്ത എന്തിനാ ഓടിയത്? മർത്ത ഓടിയത് മുഴുവൻ ഈ കർത്താവിനെ പരിചരിക്കാനായിട്ട്, അവന് വേണ്ടുന്ന നല്ല ഭക്ഷണം ഒരുക്കാനായിട്ട്. പക്ഷേ ഈ ഭക്ഷണം ഒരുക്കാനായിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവൾ ഓടിയപ്പോഴും ഒരു കാര്യം അവൾ മറന്നു. കർത്താവ് പറയുന്നത് കേൾക്കാനായിട്ട് സമയമില്ലാതായി പോയി. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. ഒത്തിരിയേറെ നന്മകളും പുണ്യപ്രവൃത്തികളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിന് സമയമില്ലാതെ പോകുന്നു. എന്താണത്? തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കാനായിട്ട്, നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കാതെ പോവുക. ഇതാണ് ഈശോ തിരുത്തി തരുന്ന കാര്യവും. ഇന്നത്തെ സമൂഹത്തോട് തിരുത്താൻ പറയുന്നതും ഇത് തന്നെയാ. നീ പുണ്യപ്രവൃത്തികൾ ചെയ്യേണ്ട എന്നല്ല, നന്മകൾ ചെയ്യേണ്ട എന്നല്ല, മറിച്ച് ഈ നന്മകളും പുണ്യപ്രവൃത്തികളും നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് നീ മറന്നു പോവുക, അവനെ കേൾക്കാനായിട്ട് നീ മറന്നു പോവുക. തമ്പുരാന്റെ വചനം കേൾക്കാതെ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക് ഫലമില്ലാതായി പോകും. ഈശോ പോലും ചെയ്തത് എന്താ? അവൻ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കടന്നുപോയ വ്യക്തി മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ അവനെ എന്താ ചെയ്തത്? രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ടല്ലേ. എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് അവനും പിതാവുമായിട്ടുള്ള ബന്ധമായിരുന്നു. ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവൻ സാധിച്ചിരുന്നു. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ അവൻ എടുത്തിരുന്നത് ഈ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. കുരിശ് ചുമക്കുന്നതിന് മുൻപ് ഗെത്സമേനിയിലെ രക്തം വിയർക്കുവോളം പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാ, മോനെ, നീ ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപ് ദൈവസന്നിധിയിലിരിക്കണം. ശാന്തമായിട്ടിരുന്ന് അവനെ കേട്ടിട്ട് അവൻ പറയുന്നത് കേട്ട് നിന്റെ ജീവിതത്തെ നയിക്കാനായിട്ട് പറ്റണം. പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴും പ്രാർത്ഥനയില്ലാതായി പോയി കഴിഞ്ഞാൽ, ദൈവവുമായിട്ട് ബന്ധമില്ലാതായി പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക് വിലയില്ലാതായി പോവുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയില്ലാതെ പ്രവൃത്തി മാത്രമായിട്ട് മുന്നോട്ട് പോയാൽ അവിടെ പരാജയം സംഭവിക്കും എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട്, ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട്, അവൻ എന്നോട് പറയുന്നത് ശാന്തമായി കേൾക്കുവാനായിട്ട്, അതനുസരിച്ച് ജീവിതത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.